ഹലോ അസ്സലാമു അലൈക്കും. നമുക്കിന്ന് മുത്താറിനോട് റാഗിപ്പൊടിയോട് നമുക്ക് ഒരു പായസം ഉണ്ടാക്കി വെക്കുക. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ ഞാൻ. അപ്പോൾ അതാ റാഗിപ്പൊടി ഉണ്ട്. അപ്പോൾ ഞാൻ പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് രണ്ട് കയ്യിലാട്ടോ ഞാൻ എടുക്കുന്നത്. റാഗിപ്പൊടി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് കുറുക്കിയെടുക്കണം. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ബദാം, അതുപോലെ അണ്ടിപ്പരിപ്പ് കൂടി വെള്ളത്തിൽ പുറത്ത് വെച്ചതാണ്. നമുക്ക് അരച്ച് നല്ലവണ്ണം പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് പാലാണ്, ശർക്കര വേണം, പാലുണ്ട്. പാല് ഞാനിതിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് പാലും ബാക്കി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാൻ 2 ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കര പാനിയായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലൊരു ഇതാണ്. കാരണം കല്ലാണെങ്കിൽ നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് കല്ലൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. ശർക്കര തന്നെ ഇട്ട് കൊടുക്കുക. ശർക്കര പൊടി ഇട്ട് പൊടി എന്തായാലും ശർക്കര യൂസ് ചെയ്ത് പഞ്ചസാരൻ്റെ നല്ല ശർക്കരയാണ് ഷുഗറിലൊക്കെ നമുക്കതിലേക്ക്. അപ്പം അങ്ങനെ ഇതായിട്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ. ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ശർക്കര 2 ഒഴിക്ക് ഇട്ട് കൊടുക്കട്ടെ. 2 ശർക്കര ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുതിർക്കാൻ വെച്ച ബദാമും ഈത്തപ്പഴമൊക്കെ ഒന്ന് അരച്ചെടുക്കണം. ബദാമും ഈത്തപ്പഴം കൂടി ഒന്ന് അരച്ച് നല്ലോണം പേസ്റ്റാക്കി എടുക്കണം. അപ്പം ഇതുപോലെ പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചതിന് ശേഷം ഇത് തിളപ്പിച്ചെടുക്കണം. ലാസ്റ്റ് വെന്തതിന് ശേഷം നമുക്ക് പേസ്റ്റാക്കിയതും പാലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഞാൻ വൈകുന്നേരത്തിന് ഉണ്ടാക്കാം കേട്ടോ. ശർക്കര ഞാൻ അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ തന്നെ കഴിക്കുന്നു. പക്ഷെ അത് വേഗം അലിയും കേട്ടോ. സാധനങ്ങൾ കടയിൽ ഇപ്പോൾ പഞ്ചസാര പച്ചിട്ടുള്ളതൊക്കെ എടുത്ത് വെക്കണം. അപ്പം ഇതാ നമ്മളെ ഇത് കിടന്നൊന്ന് റാഗി എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഇത്. ഇത് നല്ല ക്ഷീണത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ല വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച ബദാമും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഈത്തപ്പഴം ഒഴിച്ചെടുക്കുക. അണ്ടിപ്പരിപ്പും അത് ഒഴിച്ചെടുക്കുക. ഇനി നമുക്ക് പാലുണ്ട്. കുറച്ച് പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കിയാണ് കേട്ടോ. ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പം ഇതുപോലെ ഇളക്കി കൊടുത്ത് മിക്സാക്കി താഴെന്ന് വരെ ഒന്ന് തുള്ളിയാൽ മതി കേട്ടോ. തുള്ളിയാണ്ട് തന്നെ നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. ഒന്ന് ശർക്കര ഒന്നും കൂടി ഉരുകാണ്ട് നമുക്ക് കൈ കെട്ടണം. അപ്പം അതാ ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് മുത്താറി, നമുക്ക് ചോളാണ്ടി മുത്താറി എന്നൊക്കെ നമുക്ക് ഇത് വാങ്ങി അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നല്ല ഓരോ സ്ഥലത്തും നല്ലൊരു ഇതുപോലെ ഫുഡാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആയിക്കാരം. റാഗി എന്ന് പറയും, മുത്താറി ചോളാണ്ടി ഒക്കെ പറയുന്നത്. ഞാൻ പൊടിച്ചതാണ് ഒക്കെ വെള്ളത്തിലിട്ട് പുലർത്തിയതിന് ശേഷം ഒരു പച്ചരി തന്നെ അരച്ചെടുക്കുക. അതും നല്ല ഇതുപോലെ 2 ശർക്കര പാകല ശർക്കര ഇട്ടിട്ട് റാഗി പൗഡറിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇത് കുടിച്ച് വെക്കേണ്ടി നല്ല ടേസ്റ്റ് ആക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത് വാങ്ങി വെക്കാം. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം.